ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ അക്കര, ഈ സതീഷ് കുമാർ ഹൈക്കോടതിയിൽ പിന്നീട് സുപ്രീം കോടതിയിലേക്കൊക്കെ ജാമ്യാപേക്ഷയുമായി പോയതാണ്. സുപ്രീം കോടതി അടക്കം ജാമ്യം നിഷേധിക്കുകയും ചെയ്തതാണ്. പക്ഷേ നിലവിൽ ഈ കേസുകൾ ഇങ്ങനെ തുടരുന്നു. സുപ്രീം കോടതി തന്നെ ഈ കേസ് പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളത് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ്. അത് നമുക്ക് മനസ്സിലായല്ലോ. ഈ കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചുവിടുകയാണ് നല്ലത്. അവരുടെ ഒരു അന്വേഷണത്തിനും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് കരുവന്നൂർ കേസിലെ നിലവിലെ തൽസ്ഥിതി തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഈ കേസിലെ പ്രതികളെയും വെച്ചുകൊണ്ട് CPM-നെ ഭീഷണിപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വളരെ കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലേക്ക് ഇത് മാറി. അത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സുകളാണ്. ഇതിനകത്ത് CPM-മായി ബന്ധമുള്ള കേസുകളാണെങ്കിലും BJP-യുമായി ബന്ധമുള്ള കേസുകളാണെങ്കിലും ഇനി കേരളത്തിൽ ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പൊളിറ്റിക്കൽ ടച്ചിങ്സ് ഉള്ള എല്ലാ കേസുകളും ഇനി ഒഴിവാക്കുകയാണ് നല്ലത്. ഇതിനേക്കാൾ ഇനിയും നമ്മൾ അപ്രതീക്ഷിതമായി നിരവധിയായ വാർത്തകൾ കാണേണ്ടതായിട്ട് വരും. ഇപ്പൊ കേസിലെ പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ആ രീതിയിലേക്ക് ഈ കേസുകൾ മാറി. ഇത് മനസ്സിലാക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇത് ഡൽഹി ചർച്ചയോട് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ED-യുമായി ബന്ധപ്പെട്ട നിർണായകമായ ഏറ്റവും വിവാദമായ 2 കേസുകളുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. ഒന്ന് നമുക്കറിയാവുന്നതാണ്, അത് കോഴക്കേസാണ്, കൊടകര കുഴൽപ്പണ കേസാണ്. കൊടകര കുഴൽപ്പണ കേസാണ്. അതുമായി ബന്ധപ്പെട്ട് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു റോഡ് സൈഡ് റോബറിക്ക് അപ്പുറമുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ED-യുടെ കേസ് ഇങ്ങനെ അനിശ്ചിതമായി പോകുന്നു, അനന്തമായി പോകുന്നു. ആ പശ്ചാത്തലത്തിൽ പ്രതികളടക്കം ജാമ്യം നേടി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പൊ രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. പക്ഷേ ED-ക്ക് സ്ഥിരമായി കേൾക്കുന്ന പഴി അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അത് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയാം ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേരളത്തിലെ CBI കേസുകളുമായി ബന്ധപ്പെട്ട് CBI എടുക്കുന്ന കേസുകളിൽ അവർക്ക് പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അനുമതി കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് മൂലം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു FIR-നെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അത് രാഷ്ട്രീയമായ CPM-ഉം BJP-യും ബന്ധമില്ലാത്ത കേസുകൾക്കൊന്നും ഈ ദുർഗതി ഉണ്ടാവില്ല. അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ആ കേസുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് CPM-ന്റെയും BJP-യുടെയും സെറ്റിൽമെന്റുകൾ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കന്മാരെ മുൾമുനയിൽ നിർത്തി ആണ് ഒരു സെറ്റിൽമെന്റ് നടത്തി ആയിട്ടാണ് അതിനെ ഒരു നടപടികളിലേക്ക് പോയത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൃത്യമായ ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. നമുക്കറിയാലോ, രാധാകൃഷ്ണനെ പ്രതിയാക്കാതെയോ അല്ലെങ്കിൽ സാക്ഷിയാക്കാതെയോ കേസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ സ്റ്റാൻലക്കർ, അതായത് പ്രതിപക്ഷം കോൺഗ്രസിന്റെ അടക്കം ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ED പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ. ഇവിടെ CPM-ഉം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെ CPM-ന്റെയും ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ED വേട്ടയാടുന്നു കരുവന്നൂരിൽ എന്നുള്ളത് തന്നെയാണ്. ED-ക്ക് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഗ്രൗണ്ട് ഇല്ലാത്തതിനാലാണ് മുന്നോട്ട് പോകാത്തത്. രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നത് എന്നായിരിക്കില്ലേ സ്വാഭാവികമായും? അല്ല, അത് അങ്ങനെ ഒരു നരേറ്റീവിലേക്ക് പോവുകയാണല്ലോ ചെയ്തത്. ഇപ്പൊ കേരള പോലീസ് കൊടകര കുഴൽപ്പണ കേസുമായി നേരത്തെ കൊടുത്ത റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? വളരെ കൃത്യമായി അവരുടെ അന്വേഷണത്തിൽ ഇതൊക്കെ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അവരെന്താണ് പറയുന്നത്? അവർക്ക് IT ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ ED PMLA പരിധിക്ക് അനുസരിച്ചോ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന് സാമ്പത്തിക കുറ്റാന്വേഷണം അന്വേഷിക്കുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിഭാഗത്തിന് ഈ കേസുകളൊക്കെ അന്വേഷിക്കാൻ കഴിയും. BJP നേതാക്കന്മാരെ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് പോലീസ് ആ ഫണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കോർട്ടിലേക്ക് തള്ളിവിടുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ഉം BJP-യും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ നിർത്തി വളരെ കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് ഡീലുകൾ നടപ്പിലാക്കുകയാണ്. ആ ഡീലുകളുടെ ഭാഗമായി കരുവന്നൂർ കേസ് പോലും രാഷ്ട്രീയമായിട്ടുള്ള ഒത്തുതീർപ്പുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയായാലും കൃത്യമായ രീതിയിൽ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സെന്തിൽ ബാലാജി കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചുകൊണ്ട് വിചാരണ നേരിടുന്നുകൊണ്ടിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിൽ വിടാൻ വേണ്ടിയുള്ള ഒരു നിയമ ഉപദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്.